അങ്ങ് വേദാന്തത്തെക്കുറിച്ചുള്ള പഠനം തുടരുമ്പോൾ തന്നെ ഒരു പഠനത്തെക്കാൾ കൂടുതൽ ആ വേദാന്തം അനുഭവിക്കുകയാണ്. തീർച്ചയായിട്ടും എൻ്റെ പ്രധാന ലക്ഷ്യം അതായിരുന്നു. പുസ്തകമെഴുത്തോ പ്രസിദ്ധീകരണമോ എൻ്റെ പ്രശസ്തിയോ ഞാൻ ഒരിക്കലും ലക്ഷ്യമാക്കിയിട്ടില്ല. ഭൗതിക ഫലവും ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ ഈ പ്രസംഗത്തിനും ഒക്കെ പോകുന്നിടത്തൊന്നും അങ്ങനെ അതിനെന്തെങ്കിലും ഭൗതിക ഫലം കിട്ടണമെന്നും വിചാരിച്ചിട്ടില്ല. കാരണം അത്യാവശ്യം ജീവിക്കാനുള്ള ശമ്പളമുണ്ട്. ഭാര്യയ്ക്കും ജോലി ഉണ്ടായിരുന്നു, അവർ ടീച്ചറായിരുന്നു. അപ്പം ഞങ്ങൾക്കൊരു വിധം ജീവിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഇനി സ്വാഭാവികമായി വരുന്നത് വന്നോട്ടെ, മുൻകൈ എടുത്ത് ഭൗതിക ഫലങ്ങൾക്കൊന്നും വേണ്ടി ശ്രമിക്കുകയില്ല. വലിയ വലിയ പാണ്ഡിത്യം ഇല്ലാത്ത സാധാരണ ജനങ്ങൾക്ക് ഈ വേദങ്ങൾ അനുഭവിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും. അതെങ്ങനെ കഴിയും സാർ? അല്ല, വേദാന്ത സത്യം വളരെ ലളിതമാണ്, വളരെ ലളിതം. വേദാന്തം എന്ന് പറഞ്ഞാൽ ഉപനിഷത്താണ്, വേദങ്ങളുടെ അന്തം. വേദങ്ങളുടെ അന്തവുമാണ് ഉപനിഷത്ത്. പിന്നെ വേദം എന്ന് വെച്ചാൽ അറിവാണ്. വേദത്തിൻ്റെ അന്തം, അറിവിൻ്റെ അന്തം. ഉപനിഷത്ത് എന്ന് പറയുന്നത് ഉപനിഷത്ത് സത്യം അറിഞ്ഞാൽ പിന്നെ ഇവിടെ ഒന്നും അറിയാനില്ല എന്നാണ്. ഏകവിജ്ഞാനേന സർവവിജ്ഞാനം, ഇതാണ് ഉപനിഷത്തിൻ്റെ പ്രഖ്യാപനം. വളരെ ലളിതമാണ് സാർ, വളരെ ലളിതം. ഞാനത് പറഞ്ഞുതരാം. വേദാന്ത സത്യം ബോധമാണ്. വേദാന്ത സത്യം ജഗത്തിൻ്റെ പരമകാരണം, അതാണല്ലോ സത്യം. ജഗത്തിൻ്റെ പരമകാരണം ബോധമാണ്. ബോധം, ഈ ബോധത്തിന് തന്നെയാണ് ആത്മാവ്, പരമാത്മാവ്, ബ്രഹ്മം, ശാസ്ത്രീയമായ ഈശ്വരൻ എന്നൊക്കെ പറയുന്നത്. കോൺഷ്യസ്നസ്, അതാണ് ബോധം. ഈ ബോധത്തെ ശ്രീനാരായണ ഗുരുദേവൻ പച്ച മലയാളത്തിലെ അറിവ് എന്ന പദം കൊണ്ടാണ് നിർദ്ദേശിക്കുന്നത്. ഇനി ബോധമാണ് പ്രപഞ്ചത്തിൻ്റെ പരമകാരണം എന്ന് സ്ഥാപിക്കാൻ കഴിയുമോ? വളരെ എളുപ്പം, യുക്തിയൊക്കെ വളരെ എളുപ്പം. ഭാഗവതം മംഗളശ്ലോകത്തിൻ്റെ 1-ാം വരിയിൽ തന്നെ ഇതിൻ്റെ യുക്തി പ്രഖ്യാപിക്കുന്നുണ്ട്. ഞാൻ അതിശയിക്കാറുണ്ട്, കഷ്ടം, ഈ യുക്തി വലിയ ചിന്തകന്മാർക്ക് പോലും എന്തുകൊണ്ട് പിടികിട്ടുന്നില്ല. അതിൽ പറയുന്ന യുക്തി അന്വയ വ്യതിരേക യുക്തി എന്നാണ്. അന്വയയുക്തിയും വ്യതിരേകയുക്തിയും. അന്വയയുക്തി ഏതുണ്ടെങ്കിൽ ജഗത്തുണ്ട്, അന്വേഷിക്കൂ, ഇതാണ് അന്വയയുക്തി. ഏതില്ലെങ്കിൽ ജഗത്തില്ല, അതാണ് വ്യതിരേകയുക്തി. ഉത്തരം ബോധമുണ്ടോ? ജഗത്തുണ്ട്. ബോധമില്ലേ? ജഗത്തില്ല. അതുകൊണ്ട് ജഗത്തായി കാണപ്പെടുന്നതൊക്കെ ബോധം തന്നെയാണ്. ഏതുപോലെ സ്വർണം കൊണ്ട് അനേകം ആഭരണങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നു. ഈ അന്വയ വ്യതിരേക യുക്തി പ്രയോഗിച്ച് നോക്കൂ. സ്വർണമുണ്ടോ? ആഭരണങ്ങളൊക്കെ ഉണ്ട്. സ്വർണമില്ലേ? ആഭരണങ്ങളില്ല. എന്താണ് ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനത്തെക്കുറിച്ച് ഇത്രയും സമഗ്രമായ പഠനം നടത്താൻ അങ്ങേ പ്രേരിപ്പിച്ച ഘടകം? ഗുരുദേവ കൃതികൾ യാദൃച്ഛികമായി എൻ്റെ കയ്യിൽ കിട്ടി. എൻ്റെ പരമലക്ഷ്യം ഈ സത്യം അനുഭവിച്ചറിയുകയാണല്ലോ. അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിച്ചപ്പോൾ ആ സത്യം കയ്യിലെ നെല്ലിക്ക പോലെ വെളിപ്പെടുത്തി തരുന്ന ഒരു മഹാഗുരു എൻ്റെ മുമ്പിൽ നിൽക്കുന്നതായി എനിക്ക് തോന്നി. തുടർന്ന് ഞാൻ ആ കൃതികളെല്ലാം ആവർത്തിച്ച് പഠിച്ചിട്ട് വ്യാഖ്യാനം എഴുതി. വ്യാഖ്യാനം എഴുതിയത് ഒരിക്കലും പെട്ടെന്ന് പ്രസിദ്ധീകരിക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടല്ല. എനിക്ക് എൻ്റെ ഈ അനുഭവം ഉറപ്പിക്കണം. അങ്ങനെ വ്യാഖ്യാനം എഴുതിയപ്പോൾ പല ആളുകളും അത് പ്രസിദ്ധീകരിക്കാനായി മുമ്പോട്ട് വന്നു. ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഒരുപാട് പ്രസിദ്ധീകരണങ്ങളുണ്ടായി. പിന്നീട് ശിവഗിരി തന്നെ എന്നെ അവിടെ വിളിച്ചു, ബ്രഹ്മവിദ്യാലയത്തിൻ്റെ മുഖ്യാചാര്യനായി നിയമിച്ചു. അങ്ങനെ 10 വർഷം കൊണ്ട് 10 വാള്യങ്ങളിലായി ആ കൃതികളുടെ വ്യാഖ്യാനം ശിവഗിരിയിൽ നിന്ന് തന്നെ പ്രസിദ്ധീകരിച്ചു. അതിൽ അദ്ദേഹം പറയുന്നു, അറിവെന്നാണ് അദ്ദേഹം ബോധത്തെ കുറിച്ച് പറയുന്നത്. അറിവിലിരുന്ന് അസദസ്ഥിയെന്ന് അസംഖ്യം പൊരിയിളകി ഭുവനം സ്ഫുരിക്കയാലേ അറിവിനെ വിട്ടൊരു വസ്തു അന്യമില്ല എന്നറിയണം. ഈ അറിവ് ഐകരൂപ്യമേകും ബോധത്തിൽ നിന്നാണ് ഉണ്ട് ഇല്ല എന്നിങ്ങനെ ഈ പ്രപഞ്ചാനുഭവങ്ങൾ മുഴുവൻ സംഭവിക്കുന്നത്. ഇതാർക്ക് നിരസിക്കാൻ പറ്റും സാർ? അങ്ങനെ ഒരേ അറിവിൽ നിന്ന്
ഉണ്ട് ഇല്ല എന്നിങ്ങനെ നിരവധി അനുഭവങ്ങൾ പൊന്തി വന്നിട്ട് പ്രപഞ്ചമായി അത് അനുഭവപ്പെടുന്നു. ആ ബോധമില്ലയോ ഈ അനുഭവമൊന്നുമില്ല. അതുകൊണ്ട് അറിവിനെ വിട്ടൊരു വസ്തുവന്യമില്ല എന്നറിയണം.